മച്ചാനെ ആദ്യം വിളിച്ചത് സാറിന്റെ സ്വന്തം അളിയനായിരിക്കും അല്ലേ? അല്ലല്ല, പിന്നെ അത് സിദ്ദിഖിലാല് സിദ്ദിഖാണ്. സിദ്ദിഖ് ആ ഗ്യാങ്ങൊക്കെ വിളിക്കുന്നത്, എന്നെ വിളിക്കുന്നതും ഞാൻ അങ്ങോട്ട് വിളിക്കുന്നതും മച്ചാനെന്നാ. പക്ഷെ എൻ്റെ വായിന്ന് കൂടുതൽ കിട്ടുള്ളൂ. എറണാകുളത്ത് ഒരു പ്രോപ്പർ ലാംഗ്വേജ് ആണ് ഈ മച്ചാൻ വിളി, ബായ് വിളി. അപ്പൊ ഈ മച്ചാൻ എൻ്റെ വായിൽ ഒരു കൂടുതൽ വരുള്ളൂ. ആരൊക്കെ ഉണ്ടല്ലോ എന്തേ മച്ചാൻ എവിടെ പോയിരുന്നു, ഇന്നലെ മറ്റേ മച്ചാൻ വന്നപ്പോ നമ്മുടെ മച്ചാൻ പോയി കളഞ്ഞു. അങ്ങനെ ഇങ്ങനെ കൂടുതൽ മച്ചാൻ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് മച്ചാന്മാരുണ്ടത്. അതെ, എന്റെ യഥാർത്ഥ പേര് അതുമല്ല. യഥാർത്ഥ പേര് ML വർഗീസ്. മടക്കാരപ്പള്ളി ലോനൻ മകൻ വർഗീസ്. മടക്കാരപ്പള്ളി വീട്ടുപേര്, അപ്പന്റെ പേര് ലോനൻ, ML വർഗീസ്. ഇതെല്ലാം പോയിട്ട് എന്നെ വർഗീസ് എന്ന് പോലും ആരും വിളിക്കാറില്ലല്ലോ. അതെ, തിരുവനന്തപുരത്താണ് അളിയൻ. ഒരു ദിവസം മിനിമം എത്ര മച്ചാൻ വിളിക്കും? ഒരുപാട് വിളിക്കും, അറിയാതെ എങ്ങനെ വിളിച്ചു പോകും. ഇപ്പൊ എന്തായാലും മലയാള സിനിമയില് ഒരു മച്ചാനേ ഉള്ളൂ. അതെ, അത് മച്ചാൻ വർഗീസ് അല്ലേ? നാടകത്തിൽ നിന്നാണ് സിനിമയിലെത്തിയത്. അതെ അതെ അല്ലേ? അപ്പൊ നാടകത്തിലെ അനുഭവങ്ങൾ ഒരുപാട് ഗുണം ചെയ്ത് കാണുമല്ലോ സിനിമയിൽ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ നല്ല നടന്മാർ ഒരുപാട് പേര് നാടകത്തിൽ നിന്നു. ഒരുപാട് ആളുകൾ. ഞാനൊരു ബാലയൊക്കെ ഒരുപാട് തട്ടുകളിൽ കളിച്ചിട്ടുള്ള ആളാണ്. ഞാനും ആ തട്ടിൽ നിന്നാണ് ഈ തട്ടിലോട്ട് വന്നത്, ആ തട്ടിൽ നിന്ന് ഈ തട്ടിലോട്ട്. പറയണം, നാടകം സിനിമയായിട്ടൊക്കെയുള്ള അനുഭവങ്ങൾ എങ്ങനെയുണ്ട്? നാടകത്തിന് തുടക്കം ഞാൻ നാടകം കണ്ടു നടക്കുക എന്നുള്ളതായിരുന്നു. നാടകത്തിനോട് സ്നേഹം ഉണ്ടായിരുന്നു. നാടകങ്ങൾ കാണുക. അന്ന് മിമിക്രി ഒന്നുമില്ലല്ലോ. കൊച്ചിൻ അനീഫ ഒരു മിമിക്രിക്കാരനുള്ളൂ. അന്ന് ഹാസ്യകല പറഞ്ഞു, മിമിക്രി എന്നുള്ള നാമധേയം തന്നെ ഇല്ല. ആ കാലഘട്ടം ഏതാണ്ട് 72, 73. അന്ന് സിനിമ കഴിച്ച നേരെ നാടകം രണ്ടേ ഉള്ളൂ. സിനിമ കഴിച്ചാൽ പിന്നെ നാടകം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമായിരുന്നു മനസ്സിൽ. പിന്നെ അതിൻ്റെ പുറകെ ഇങ്ങനെ നാടകങ്ങൾ കണ്ടു കിടക്കുക. ഈ നാടകം കാണാൻ പോകുമ്പോൾ വീട്ടിൽ നിന്നുള്ള പ്രതികരണമൊക്കെ വളരെ ഭയാനകമായിരുന്നു. ഫാദറിൻ്റെ മദർ സപ്പോർട്ടായിരുന്നു. ഫാദർ ഭയങ്കര കർക്കശക്കാരനായിട്ടുള്ള ഒരു പാവം ഉക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ 10 മക്കളാണ്. ഓൾറെഡി എനിക്ക് ഓർമ്മ നോക്കുമ്പോൾ 2 പേരില്ല, 8 പേരാ, 6 ആണും 2 പേരും. അപ്പം ഞങ്ങളെ കൊണ്ടൊക്കെ വീട്ടിലെ ഒരുവിധം പണികളൊക്കെ ചെയ്യിപ്പിക്കും. കാർന്നവർ വെള്ളം ഒഴിക്കുക, ചെടികൾ ഒഴിക്കുക. പിന്നെ അപ്പോൾ അങ്ങനെ സന്ധ്യ ആകുമ്പോൾ പ്രാർത്ഥന എത്തിക്കുക. പ്രാർത്ഥന എത്തിച്ച ഭക്ഷണം കഴിച്ചാൽ കിടന്ന് തുടങ്ങുന്ന കാർന്നൂർ നേരത്തെ തുടങ്ങും. അപ്പോഴാണ് ഞങ്ങൾ അവിടെ നാടകമുണ്ട്, ഇവിടെ നാടകമുണ്ട്. അപ്പോൾ 9 മണിക്ക് ശേഷം കാർന്നൂർ കിടക്കും. അപ്പോഴാണ് ഞങ്ങൾ നൈസിൽ പോകുന്നത്. ഒരുപാട് ഒരുമിച്ച് തന്നെ പോകുന്നത് നാടകങ്ങൾ. ഞങ്ങൾ 3 പേര് ടീമായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ എറണാകുളം ടൗൺ ഹാളിൽ ഇതുപോലെ തന്നെ കാബാലിക നാടകം കളിക്കും. കാബാലിക നാടകം പിള്ളസാറൊക്കെ ഉള്ള ടൈമാണല്ലോ. പിള്ള സാറിനെ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അപ്പൊ ആ നാടകം തുടങ്ങുന്നത് 2 മണിക്കാണ്. ഞങ്ങള് സെക്കൻഡ് ഷോയും കഴിഞ്ഞ് നാടകം കാണാതിരിക്കുക. പക്ഷെ വെളുക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. എല്ലാം കാർന്നവര് നല്ല ഒട്ടു കിട്ടും. ഒന്ന് ഇതേപോലെ നമ്മൾ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ പുതപ്പിന്റെ ഉള്ളില് ആൾരൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ മുങ്ങാറുണ്ട്. വെളുപ്പിന് വന്നപ്പോ കാർന്നവര് പടിയായിട്ട് വെക്കുക. 5-5:15 മണി കഴിച്ചാൽ 5:30 മണിയാകുമ്പോൾ പിടിച്ചു. അന്ന് പറഞ്ഞാൽ കിട്ടി, തലക്കിട്ട. ഇവിടെ കിട്ടിയതാണ്, ഇവിടെ കിട്ടിയത്. 2 പാട് ഇപ്പോഴും ഉണ്ട്. ഓർമ്മയില്ല എവിടെയായിട്ടാണ് കിട്ടിയത്. തുടങ്ങിയ നാടകം കളിക്കാനല്ല, ആദ്യമായിട്ട് ചരടുവലിയായിരുന്നു നാടകത്തിന്. പ്രധാന റോൾ കട്ടപ്പൊക്കുന്നവരല്ല. അതായത് ഒരു അസ്ഥാനത്തോടൊന്ന് കട്ടനിട്ട് കഴിഞ്ഞാൽ പോയില്ലേ, ഇതൊക്കെ ടൈമിംഗ് ഉണ്ടല്ലോ. രണ്ടാമത്തെ മ്യൂസിക്കിനെ കട്ടിനിടാൻ പാടില്ല. അതിന് മുമ്പ് കട്ടിനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ടൈമിംഗ് വേണം. അതെ അതെ, അത് സത്യം. ഏത് തൊഴിലും അതിൻ്റെതായിട്ട് ചരടുവലിക്ക് ടൈമിംഗ് വേണം. അപ്പൊ അതിന്റെ തുടക്കം ആദ്യം ടൈമിംഗ് കിട്ടി തുടങ്ങിയത് കറക്റ്റ് വലി. ആദ്യ നാടകം പ്രൊഫഷണലായിട്ട് ഞാൻ കാലൂത്തത് കൊച്ചിൻ നാടക വേദിയിലാണ്, ബൈബിൾ നാടക ട്രൂപ്പ്. അതിനു മുൻപ് കലാഭവനിൽ നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് മിംഗ്സ് പരേഡ് ഇല്ല. ആദ്യം കൊച്ചിൻ കലാഭവൻ നാടകമായിരുന്നു. ഇല്ല, നാടകം ഗാനമേള, മൈനർ ട്രൂപ്പിന്റെ ഗാനമേള, മേജർ ട്രൂപ്പിന്റെ ഗാനമേള, അതിനിടയിൽ കോമഡി നാടകം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അന്ന് എന്റെ വീടിന്റെ അടുത്തു നിന്നാണ് ഈ കലാകാരന്മാര് കൂടുതലും അവിടെ പോകുന്നത്. അപ്പൊ ഞാനും അവരുടെ കൂടെ കൂടി കർട്ടൻ കെട്ടാണ്. അങ്ങനെ ഒരു പ്രൊഫഷണൽ നാടകത്തിന് പോകുന്നത് അവരുടെ കൂടെ. അത് വലിയ കളിയൊന്നും ഇല്ലായിരുന്നു. അതിലങ്ങനെ കളിച്ച് ആളില്ലാത്ത കളിക്ക് തന്നെ കയറ്റി വിട്ടു. അങ്ങനെയാണ് കുയിലൻ
പെർഫോം ചെയ്ത കൊച്ചിൻ നാടകവേദി. കുയിലൻ. അപ്പോൾ അരിസ്റ്റേഷനൊക്കെ അന്നതിനകത്തുണ്ട്. എൻ്റെ അമ്മയുടെ ഫാമിലി കൂടെ പറഞ്ഞു വരുമ്പോൾ അത് എൻ്റെ വൈഫും എൻ്റെ അമ്മയ്ക്കൊരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ ആ കണക്ഷൻ്റെ പേരിൽ അവിടെയും കർട്ടൻ കെട്ടാൻ പോകണത്. അങ്ങനെ അവിടെ നിന്ന് കർട്ടൻ കെട്ടി അവിടെ നിന്ന് ഞാൻ എന്നെ നടനാക്കിയിട്ട് പുറത്തേക്ക് വിട്ടു. അതിനുശേഷം ഞാൻ കോട്ടയത്ത് വന്നു വിട്ടു. കോട്ടയം തൃശ്ശൂർ NN പിള്ള സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരം ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, CC വിൻസെൻ്റ് അച്ഛൻ. അന്ന് ഞാൻ മാറി നിന്ന് നാടകം കളിച്ചവരുടെ കൂട്ടത്തിൽ കണ്ടവരുടെ കൂട്ടത്തിൽ നിന്ന് നാടകം കളിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഇനി നിങ്ങൾക്കൊരു പ്രധാന കാര്യം അറിയാമോ? ഈ മച്ചാൻ സാറ് വളരെ മനോഹരമായിട്ട് പാടും. വളരെ മനോഹരമായിട്ട് പാടും. പഴയ പാട്ടൊക്കെ പാടുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും. ചില ഇന്റർവ്യൂസ് ഒക്കെ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പാട്ട് വലിയ പാട്ടുകാരൊന്നുമല്ല, പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് പാടിപ്പോകും. പ്രത്യേകിച്ച് എനിക്ക് പഴയ പാട്ടിനോട് ഭയങ്കര ഇഷ്ടം. അറിയാതെ സ്റ്റേജ് ഷോയ്ക്ക് പോകുമ്പോൾ ഓർക്കസ്ട്രക്കാരുടെ ധൈര്യം ഉള്ളത് കൊണ്ട് പാടുക. പിന്നെ ഇന്ന് വരെ ട്രാക്കിലൊന്നും പാടിയിട്ടില്ല. കാരണം ട്രാക്കിൽ പാടുന്നതും ഓർക്കസ്ട്ര പാടുന്നതും രണ്ടും വ്യത്യാസമുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള. ഓർക്കസ്ട്രയുടെ നമ്മൾ താഴെ പോയാൽ തന്നെ അവർ പുറകെ വന്നോളൂ. ട്രാക്ക് പുറകെ വരില്ല, ട്രാക്കിൻ്റെ പുറകെ നമ്മൾ പാടണം. ആ ഒരു ധൈര്യം കൊണ്ടൊക്കെ പാടണം. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന് പാട്ടാക്കായിട്ട് നിന്നാ മതിയാ? പണിയൊന്നുമില്ല? ഊട്ടിയിലല്ല സാറേ, ഡ്യൂട്ടിയില്. സാറിനെ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഭയങ്കര സന്തോഷം. സാറിന്റെ ഇനിയും മുകളിലേക്ക് വരട്ടെ. ശരി സാറേ, സന്തോഷം. എന്നെ കൊണ്ട് ചീത്ത കത്തിക്കണ്ട. രാവിലെ തൊപ്പി മാറി കിരീടം എടുത്ത് വെച്ചിട്ട് പോയതാ. അത് വെക്കാൻ പിന്നെ നീ എന്താ ചെയ്യാൻ പോന്നു? സൂക്ഷിച്ചിട്ട് അവിടെ കൊണ്ടുപോയി. അതിന് തന്നെ പൊക്കി കെട്ടിയിരിക്കുന്നത് അവിടെ ഇരിക്കട്ടത്. കിരീടം വെച്ചിട്ട് ഊട്ടിക്ക് പോയുള്ള അവസ്ഥ റോഡ് സൈഡിൽ എന്നിട്ട് ആരാണ്ടെ വിളിച്ച് കളിയാക്കി പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോക്കാൻ വന്നേ. ഇവിടെ ഏത് കലാകാരൻ വന്നാലും സാർ ഇവിടെ കാണും. ആള് ശുദ്ധരാട്ടാ. പക്ഷെ ദുഷ്ടന്റെ പല